ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാനിൽ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഈ ഒരു അടയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടതിലേക്ക് ചേർത്ത് കൊടുക്കണം. 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് പാനിയാക്കി എടുക്കണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് അട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് ഞാൻ അട ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അട നന്നായി തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അട ഒന്ന് എടുത്ത് കഴിച്ച് നോക്കുക. അപ്പോൾ വെന്തെന്ന് തോന്നിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ അട നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3 തവണ നമ്മൾ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഊറ്റിയെടുക്കണം. ഒരു അരിപ്പയിൽ ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ അട ഞാൻ നന്നായിട്ട് തന്നെ വെള്ളമെല്ലാം കളഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ അട ഞാൻ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരപ്പാനി നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ അടയും ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പാനി വറ്റി വരണം കേട്ടോ. അതുവരെ നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പാനി നന്നായിട്ട് കുറുകി വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടയിൽ നന്നായിട്ട് തന്നെ മധുരം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 2ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പായസം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് കൂടി നമുക്ക് ഈ പായസം നന്നായിട്ട് ഒന്നുകൂടി കുറുക്കിയെടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ തിള വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു 1/4 കപ്പ് 1ാം പാലേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല പായസം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും തേങ്ങാക്കൊത്തും നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം.